ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ മൈക്രോ ടെക്നിക്കിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ കില്ലിങ് ആൻഡ് ഫിക്സിങ് ഏജൻറ്റുകളെ പറ്റിയും അങ്ങനെ കില്ല് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫിക്സ് ചെയ്യേണ്ടതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഫിക്സേറ്റീവിൻ്റെ കാര്യമാണ് നോക്കിയത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മൈക്രോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു തിയററ്റിക്കൽ സബ്ജക്റ്റേ അല്ല. നിങ്ങൾ ഒരു ബയോളജിക്കൽ ലാബിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ മെത്തേഡുകൾ, അതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഓഫ് സയൻസാണ് മൈക്രോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ലാബിൽ നമ്മൾ നോർമലി പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സ്റ്റെയിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ലാബിലാണെങ്കിലും ഇപ്പോൾ +2 ആണെങ്കിലും ലാബ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് മൈക്രോ ടെക്നിക്ക്. ഇപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ സ്ട്രക്ചറുകൾ, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലുകൾ, അങ്ങനെ ഒരു കാര്യത്തെ ലാബിൽ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അതിനോട് അനുപാതികമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന എല്ലാ ഉപകരണങ്ങളെയും അതിൻ്റെ ആ ഒരു പ്രൊസീജിയറിനെയും എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു സ്റ്റഡിയാണ് മൈക്രോ ടെക്നിക്കിൻ്റെ അണ്ടറിൽ എപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ബേസിക്കായിട്ടുള്ള നമ്മൾ ലാബിൽ പെരുമാറുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ഒരു ബോട്ടണി ലാബിൽ നിങ്ങൾ പെരുമാറുകയാണെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി ചെയ്യുന്നൊരു കാര്യത്തിൽ പെടുന്നതാണ് സെക്ഷനിങ് എന്ന് പറയും, അല്ലേ? സെക്ഷനിങ്, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, +2 നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സെക്ഷനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമുക്ക് ഒരു പ്ലാന്റിനെ പറ്റി പഠിക്കണം, ഒരു ഡൈക്കോട്ട് പ്ലാന്റിനെ പറ്റി പഠിക്കണം, അതിൻ്റെ സ്റ്റെമ്മിനെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇപ്പോൾ തുളസി എടുക്കുക, ഒസിമം എന്നൊരു പ്ലാന്റ് എടുക്കുന്നു. നമ്മൾ തുളസിയുടെ സ്റ്റെം എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ അകത്തെ ഘടന എന്താണ്, ഇൻറ്റേർണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇൻറ്റേർണൽ അനാട്ടമി എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അത് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പുറത്തുള്ള സ്ട്രക്ചറുകളെ നമുക്ക് വെറുതെ നേക്കഡ് ആയി കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലാവും, അല്ലേ? അതിൻ്റെ ലീഫ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൽ സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അത് റൗണ്ടാണോ അല്ലെങ്കിൽ ട്രയാങ്കിളാണോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ബേസിക്കലി തുളസിയുടെയൊക്കെ ഒരു സ്റ്റെം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടറുകൾ നമുക്ക് നേക്കഡായി കൊണ്ട് പുറമേ നിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് നേക്കഡായി കൊണ്ട് നോക്കി മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ അത് ഒടിച്ചിട്ട് നമ്മൾ നേക്കഡായി കൊണ്ട് നോക്കിക്കഴിഞ്ഞാലും അതെങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറുകളിൽ സെല്ലുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ടിഷ്യൂകളുണ്ട്, അതിനകത്ത് സൈലമുണ്ടോ ഫ്ലോയമുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും അങ്ങനെ നമുക്ക് വെറുതെ കൈ കൊണ്ട് ഒടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല, അല്ലേ? അതുപോലെ നമ്മൾ വേറൊരു മെറ്റീരിയൽ എടുത്തു, ഒരു ലെൻസ് എടുത്തു, നമുക്ക് ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് കാണാൻ പറ്റും, അല്ലേ? അത്രയും വലുതായിട്ട് കാണാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ സ്ട്രക്ചറും നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം സെല്ല് എന്നൊക്കെ പറയുന്നത് വളരെ ടൈനി ആയിട്ടുള്ള മൈക്രോൺ ലെവലിൽ, അല്ലേ? ഒരു സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ എത്രയോ 10, 10,000 ഒരു ലക്ഷം മടങ്ങൊക്കെ ചെറുതാണ്, അല്ലെങ്കിൽ ഒരു മീറ്ററിൻ്റെയൊക്കെ 1,00,000 മടങ്ങൊക്കെ ചെറുതാണ് ഒരു സെല്ല് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇല്ല? അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് സെല്ലെന്ന് പറയുന്നത്. ആ സെല്ലിന് നമുക്ക് വെറുതെ ലെൻസ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാലൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, ആ സെല്ലിനെ കാണാൻ പറ്റുന്ന ഒരു ഉപകരണം വേണം, അല്ലേ? ആ ഒരു ഉപകരണമാണ് എന്തെന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം. നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു സെല്ലിൻ്റെ വരെ അല്ലെ ഒരു സെല്ലിനുള്ളിലുള്ള കാര്യങ്ങൾ പോലും വലുതാക്കി കാണാറുണ്ട്. ഒരു സെല്ലിൻ്റെ 10,000 മടങ്ങും 3,000 മടങ്ങും ഒക്കെ വലിപ്പത്തിൽ നമ്മൾ കാണാറുണ്ട്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ +2 പിന്നെ മോണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് സ്റ്റെം, ഡൈക്കോട്ട് സ്റ്റെം, ഇതൊക്കെ നിങ്ങളങ്ങനെ നോക്കി മനസ്സിലാക്കിയതാണ്. സോ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു സെല്ല് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണണമെങ്കിൽ ഒരു കമ്പ് അങ്ങ് ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം മൈക്രോസ്കോപ്പിൻ്റെ തിയറി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൽ കൂടെ ലൈറ്റ് കടത്തി വിട്ടിട്ട് ആ ലൈറ്റ് പാസ്, അത് ഡിഫ്രാക്ഷൻ എന്ന് പറയാം, അപവർത്തനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്നതിനോടൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ലൈറ്റ് പാസ് ചെയ്ത് വന്നിട്ട് അതിൻ്റെ ഒരു ഇമേജ് വരുമ്പോഴാണ് ആ ഇമേജിനെയാണ് നമ്മൾ മാഗ്നിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ വലുതാക്കി കാണുന്നത്. സോ അങ്ങനെ ലൈറ്റ് കടന്നു വരുന്ന അത്രയും തിക്നെസ്സേ നമ്മുടെ ആ മെറ്റീരിയൽ, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മെറ്റീരിയലിന് പാടുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മൾ ഉപയോഗിക്കുന്നത് തുളസിയുടെ സ്റ്റെമ്മാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ആ തുളസിയുടെ സ്റ്റെമ്മിന് എത്രത്തോളം തിക്നെസ്സേ കനമേ പാടുള്ളൂ, ഒരു ലൈറ്റ് കടന്നു വന്നിട്ട് അതിനൊരു ഇമേജ് ഫോം ചെയ്യാൻ പറ്റുന്ന അത്രയും തിക്നെസ് ആയിരിക്കണം. അതുപോലെ നമ്മൾ സെല്ലുകളെ പറ്റി പഠിക്കുമ്പോൾ ആ കറക്റ്റായിട്ടുള്ള ഘടന മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു സെല്ലിൻ്റെ കനം മതി. എന്നാലാണ് കൃത്യമായിട്ട് ഓരോ സെല്ലുകളുടെ അറേഞ്ച്മെൻറ്റൊക്കെ മനസ്സിലാവും. ഒരുപാട് സെല്ലുകളുടെ കനം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒരു സെല്ലിൻ്റെയൊക്കെ തിക്നെസ്സിൽ നമുക്ക് ആ മെറ്റീരിയൽ മതി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് പറഞ്ഞത്, സെക്ഷനിങ് എന്നൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സെക്ഷനിങ് ഓഫ് ടിഷ്യൂസ് ഈസ് ഡൺ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സെക്ഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും തിക്കായിട്ടുള്ള മെറ്റീരിയലിനെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മെറ്റീരിയലിനെ വളരെ തിന്നായിട്ടുള്ള ഒരു വെർട്ടിക്കലായിട്ട് മുറിച്ചൊരു കഷ്ണമായിട്ട് നമ്മൾ എടുക്കുകയാണ്. വളരെ തിന്നെന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ പോലും കനമില്ലാത്ത അത്രയും നന്നായിട്ട് കിട്ടുവാണെങ്കിൽ അത്രയും ബെറ്റർ. നമുക്ക് അത്രയും കൂടെ സൂപ്പറായിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അത്രയും ലൈറ്റ് പാസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന് അത്രയും ക്ലിയർ ആയിട്ട് കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ പെർഫെക്റ്റ് സ്റ്റെയിനിങ് ചെയ്യണം, അത് വഴിയേ പറയാം. അപ്പോൾ അതാണ് മെയിൻലി സെക്ഷനിങ്. അപ്പോൾ സെക്ഷനിങ് പല ടൈപ്പ് സെക്ഷനിങ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നതും നമ്മളൊക്കെ പഠിക്കുമ്പോൾ, അല്ലെ നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ലാബിലൊക്കെ യൂസ്ഫുള്ളായിട്ട് വരുന്നതുമായ 2 ടൈപ്പ് സെക്ഷനിങ് ആണുള്ളത്. ഒന്നെന്താ, ഫ്രീ ഹാൻഡ് സെക്ഷനിങ്. ആ പേരിൽ തന്നെയുണ്ട് ഫ്രീ ഹാൻഡ് സെക്ഷനിങ്. ദെൻ മൈക്രോടോം, അതെന്താണെന്ന് പറയാം. അത് നമുക്ക് ഫ്രീ ഹാൻഡ് സെക്ഷനിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫ്രീ ഹാൻഡ് സെക്ഷനിങ് എന്ന് പറഞ്ഞാൽ സെക്ഷനിങ് ഈസ് ഡൺ ബൈ ഫ്രീ ഹാൻഡ്. അത്രയേ ഉള്ളൂ. നമ്മുടെ സ്വന്തം കൈകൾ കൊണ്ട് നമ്മൾ സെക്ഷൻ എടുക്കുന്ന ആ ഒരു പ്രക്രിയയിലാണ് എന്ത് പറയുന്നത്, ഫ്രീ ഹാൻഡ് സെക്ഷൻ എന്ന് പറയുന്നത്. നോർമലി നിങ്ങൾ ലാബിൽ എടുത്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് എടുക്കുക, നമ്മൾ ഒരു ചെറിയ സെക്ഷൻ, ഒരു പീസ് ഓഫ് സ്റ്റെം എടുത്തിട്ട് അതെന്താ നമ്മുടെ തമ്പും ഇടത് കൈയുടെ തമ്പും സെക്കൻഡ് ഫിംഗറോട് ചേർത്ത് മുറുക്കെ പിടിച്ചിട്ട് എന്താ നമ്മുടെ നേർക്ക് ചെറിയ ബ്ലേഡ് കൊണ്ട് ചെറിയ കനത്തിൽ ചെരിയാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒബ്ലിക്കായിട്ട് പോവാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കനം കുറച്ച് പയ്യെ എന്താ മുറിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അതാണ് നമ്മൾ ഫ്രീ ഹാൻഡ് സെക്ഷനിൽ പൊതുവേ ചെയ്യുന്നത്, അല്ലേ? നല്ല സ്പീഡിലൊക്കെ ചെയ്യുന്ന, നല്ല എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടത്. അപ്പോൾ അത്രയും സ്പീഡായിട്ട് കുറേ അധികം സെക്ഷൻ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളത്തിനകത്തൊക്കെ ഇട്ടിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിക്ക് കൂടുതലാണെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ബെറ്ററായിട്ട് സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഫർദറായിട്ട് എക്സാമിൻ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനത്തെ നമ്മൾ നോർമലി ഇപ്പോൾ പ്ലസ് ടുവിലൊക്കെയാണ് നിങ്ങൾ റൂട്ട് എടുത്തപ്പോൾ സ്റ്റെം എടുത്തപ്പോൾ ചെയ്ത ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് ഫ്രീ ഹാൻഡ് സെക്ഷനിങ് എന്ന് പറയുന്നത്. സിമ്പിളി ആ വാക്കിൽ തന്നെയുണ്ട്. നമ്മൾ കൈകൊണ്ട് മെറ്റീരിയലിനെയും ബ്ലേഡിനെയും ഒക്കെ അല്ല നൈഫിനെ നമ്മൾ കൈകൊണ്ട് തന്നെ ഉപയോഗിച്ചിട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ സെക്ഷൻ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള, എന്നാൽ ഒരു ഡാമേജ് ഒന്നും വരാൻ പാടില്ല, അല്ലേ? ആ സെല്ലിലെ എന്തൊക്കെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു സ്റ്റെമ്മിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതെല്ലാം നമുക്ക് കിട്ടണം. ഒരിക്കലും അതിൻ്റെ ഒരു സൈഡ് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ സെല്ല് ഡാമേജ് ആവാനോ ഒന്നും പാടില്ല. അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് എല്ലാ ഫീച്ചറുകളും ഉള്ള എന്നാൽ കനം കുറഞ്ഞ വെൽ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മളിപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ മെറ്റീരിയൽ ചിലപ്പോൾ ഒരു 100 സെക്ഷനൊക്കെ എടുത്താലായിരിക്കും ഒരെണ്ണം ബെറ്ററായിട്ട് കിട്ടുക. അപ്പോൾ അത് എടുക്കാൻ എക്സ്പേർട്ടായ ആൾക്കാർക്ക് പെട്ടെന്ന് പറ്റും. നമ്മളും സ്ഥിരമായിട്ട് ശീലിച്ച് എടുക്കാനൊക്കെ നോക്കുക. അപ്പോൾ ഫ്രീ ഹാൻഡ് സെക്ഷനിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളി അതേ ഉള്ളൂ. നമ്മൾ പ്ലസ് ടുവിലൊക്കെ ചെയ്ത അതേ സെയിം കാര്യം തന്നെയാണ്. എല്ലാ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി നിങ്ങൾ പഠിക്കുമ്പോഴെപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരുന്നൊരു കാര്യമാണ് ഫ്രീ ഹാൻഡ് സെക്ഷനിങ്. ഓക്കെ, അതുപോലെ ഫ്രീ ഹാൻഡ് സെക്ഷനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് പറഞ്ഞാൽ ഡെലിക്കേറ്റ് മെറ്റീരിയൽ മസ്റ്റ് പ്രോപ്പർലി സപ്പോർട്ടഡ് ടു വിത്ത്സ്റ്റാൻഡ് ദ ആക്ഷൻ ഓഫ് ബ്ലേഡ് ഓർ നൈഫ്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റിജിഡിറ്റി തീരെ ഇല്ലാത്ത മെറ്റീരിയൽസ്. ഇപ്പോൾ സപ്പോസ് എന്താ, നിങ്ങൾ ബ്രയോഫൈറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ബ്രയോഫൈറ്റ് പ്ലസ് ടു ബ്രയോഫൈറ്റ് ഒക്കെ റിക്സിയ എന്നൊക്കെ പറഞ്ഞാൽ താലസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അത് വളരെ ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ നമുക്കത് കൈ പിടിച്ചിട്ട് വെറുതെ സെക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അതിങ്ങനെ വളഞ്ഞ് പോകത്തേ ഉള്ളൂ. സോ അതിന് നമ്മൾ പ്രോപ്പർലി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പ്രോപ്പർലി എപ്പോഴും എന്തെങ്കിലും ഒരു റിജിഡായിട്ടുള്ളൊരു മെറ്റീരിയലിനകത്ത് വെച്ചിട്ട് ആ മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന കൂടെ ഇത് മുറിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി ലാബുകളിലൊക്കെ എന്താ തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ആ പീസ് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ഡെലിക്കേറ്റിലായിട്ടുള്ള മെറ്റീരിയൽ ഇറക്കി വെച്ചിട്ട് ആ തെർമോക്കോളിൻ്റെ സെക്ഷൻ എടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെയും സെക്ഷൻ കിട്ടും. ഇപ്പോൾ ചില ലീഫൊക്കെ നമുക്ക് സെക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ മൈക്കോളജി ഫംഗസൊക്കെ പഠിക്കുമ്പോൾ ഫംഗസൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ലീഫ്, ഇപ്പോൾ പക്സീനിയ എന്നൊക്കെ പറയുന്ന ഫംഗസൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ലീഫിൻ്റെ പീസായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ആ ലീഫിൻ്റെ പീസിൻ്റെ അഫക്ഷനുള്ള ഏരിയയിലെ സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ പക്സീനിയയുടെ സ്കോറും കാര്യങ്ങളൊക്കെ കാണുക. സോ അങ്ങനത്തെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ എടുക്കുമ്പോൾ എന്താണ്, എപ്പോഴും ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ കൊടുക്കണം. ആ സപ്പോർട്ടിങ് മെറ്റീരിയൽ ഒരിക്കലും നമ്മുടെ മെറ്റീരിയലിന് ഡാമേജ് വരുത്തുന്ന സാധനവും ആയിരിക്കില്ല കേട്ടോ.
ഒരു ഡാമേജും. അതാണ് തെർമോകോളൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് വേറെ കെമിക്കൽ റിയാക്ഷനോ മറ്റൊന്നുമില്ല, മറ്റ് ഡാമേജുകളും വരത്തില്ല. അപ്പോൾ അതിനകത്ത് സെക്ഷൻ എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു പോയിൻ്റ് എന്താ, ഫ്രീ ഹാൻഡ് സെക്ഷനിങ് ഹാസ് ഇറ്റ് ലിമിറ്റേഷൻസ്. പക്ഷേ ഇങ്ങനെയുള്ള സെക്ഷനിങ്ങിന് കുറേ അധികം ലിമിറ്റേഷൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിലൊക്കെ എക്സ്പേർട്ടായ ആളുകൾക്കേ പറ്റുള്ളൂ എന്നൊക്കെ. എല്ലാവർക്കും ചിലപ്പോൾ അതിനൊരു കഴിവുണ്ടാവണമെന്നില്ല. ചിലരെടുത്ത് കഴിഞ്ഞാൽ എന്താ കനം കൂടിപ്പോവും, ചിലരെടുത്ത് കഴിഞ്ഞാൽ ചെരിഞ്ഞു പോവും, ചിലരെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ കുറേ തവണയൊക്കെ ശ്രമിച്ച് നല്ല സ്പെഷ്യലായിട്ട് കുറേ ട്രൈ ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം മാത്രമേ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള സെക്ഷൻസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു എന്താ പറയുക ലിമിറ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫ്രീ ഹാൻഡ് സെക്ഷന് ഒരുപാട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. എക്സ്ട്രീംലി സ്മോൾ മെറ്റീരിയൽസ് കാനോട്ട് ബി സെക്ഷൻ ബൈ ഫ്രീ ഹാൻഡ്. ശരിയല്ലേ, നമുക്ക് വളരെ ചെറിയ, നമുക്ക് കൈ കൊണ്ട് സെക്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിച്ച് സെക്ഷൻ മുറിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമല്ലേ മാക്സിമം പറ്റുള്ളൂ. അതിലും ചെറുതാണെങ്കിലോ നമുക്ക് സെക്ഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഒരു കടുക് പോലത്തെ ഒരു കടുകിൻ്റെ അത്രയുള്ളൊരു സാധനം, അത് നമുക്ക് സെക്ഷൻ എടുക്കണം. അത് കൈ പിടിച്ച് നമുക്ക് ആ സെക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമാണ് അല്ലേ, നമുക്കത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു മിനിമം നമ്മുടെ വിരൽ കൊണ്ട് മുറുകെ പിടിക്കാൻ സാധിക്കുന്ന അത്രയും ഇതിലും വലിപ്പമുള്ള സാധനങ്ങളെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്രീ ഹാൻഡ് സെക്ഷൻ വഴി സെക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു മേജർ ലിമിറ്റേഷനാണ്. വേറൊരു ലിമിറ്റേഷൻ പറയുന്നത് ഫ്രീ ഹാൻഡ് സെക്ഷൻ മേ നോട്ട് ഹാവ് യൂണിഫോം തിക്നെസ്. ശരിയല്ലേ, നമ്മൾ ഫ്രീ ഹാൻഡിൽ ഒരു 100 സെക്ഷൻ എടുത്തു, നമ്മുടെ തുളസിയുടെ തന്നെ 100 സെക്ഷൻ എടുത്തിരിക്കുക. ആ 100നും 100 തിക്നെസ് ആയിരിക്കും. എക്സ്ട്രീംലി സെയിം തിക്നെസ് ഒരിക്കലും നമുക്ക് വരില്ല. കാരണം എന്താ, നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ അത്രയും എക്സ്പേർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 100ഉം ഒരേപോലെ തന്നെ ഒരേ തിക്നെസ്സിലും ഒരേ സ്ട്രക്ചറൽ ഷേപ്പിലും എല്ലാം കൃത്യമായിട്ട് ഒരേപോലെ മുറിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അത് എന്താ തീരെ അസാധ്യമായ ഒരു ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഫ്രീ ഹാൻഡ് സെക്ഷൻ മേ നോട്ട് ഹാവ് യൂണിഫോം തിക്നെസ്. മേ നോട്ട് എന്ന് പറഞ്ഞാലും മോസ്റ്റ് പ്രോബബ്ലി നടക്കാറില്ല. ആൻഡ് ഓൾസോ ദേ മേ ബി ടു തിക്ക് ഫോർ മൈക്രോസ്കോപ്പിക് വിഷൻ ഒബ്സർവേഷൻ. ഓക്കെ അല്ലേ, ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. നമുക്ക് കനം കൂടിക്കഴിഞ്ഞാൽ എന്താ, ലൈറ്റ് റേസ് അതിൽ കൂടെ പാസ് ചെയ്യത്തില്ല. ലൈറ്റ് റേസ് അതിൽ കൂടെ പാസ് ചെയ്ത് ഡിഫ്രാക്ട് ചെയ്തൊരു ഇമേജ് ഫോം ചെയ്താലേ നമുക്കത് മാഗ്നിഫൈസ് ആയിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. സോ ലൈറ്റ് റേസ് പാസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കറുത്ത എന്തെങ്കിലും സാധനം കിടക്കുന്നതായിട്ട് വെറുതെ തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിൽസും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതും എന്തിൻ്റെ ഡ്രോബാക്കാണ്, ഫ്രീ ഹാൻഡ് സെക്ഷൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇനി മൂന്നാമതൊരു ഡ്രോബാക്ക് പറയുന്നത് സെക്ഷൻസ് ഓഫ് ലെസ് ദാൻ 10 മൈക്രോൺ കനോട്ട് ബി കട്ട് ബൈ ഫ്രീ ഹാൻഡ് മെത്തേഡ്. 10 മൈക്രോണിൽ താഴെ ഉള്ള ഒന്നും ഫ്രീ ഹാൻഡ് മെത്തേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. 10 മൈക്രോൺ എന്ന് പറഞ്ഞാൽ അതുപോലും പോസിബിളായ ഒരു കാര്യമല്ല കേട്ടോ. മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താ, 10 മൈക്രോൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു മീറ്ററിന് 10⁻⁶ അത്രയൊക്കെ ലെവലിലേക്ക് ചെന്നു. അത്രയും ചെറുതാണ്. അത്രയും ചെറുതായൊരു കാര്യത്തെ നമ്മൾ അങ്ങനെ കൈവച്ച് പിടിച്ച് മുറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അത്. ഓക്കെ, അപ്പോൾ അതും പിടികിട്ടി. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് മൈക്രോടോപ്പ്. അപ്പോൾ ഈ ഡ്രോബാക്കുകളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് ഇന്നത്തെ ഒരു അഡ്വാൻസ്മെൻറ്റ് നടത്തിയിട്ട് വന്നേക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്ഷനിങ് ആണ് മൈക്രോടോമി എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോടോമി ഇത് മറ്റൊന്നുമല്ല, നമ്മളൊരു ഉപകരണം ഉപയോഗിക്കുകയാണ്. മനുഷ്യൻ ഇപ്പോൾ എന്താ, മെഷീനുകളുടെ ലോകമാണ് അല്ലേ, എല്ലാ കേസിനും മെഷീനുകളാണ്. നമ്മളൊരു മെഷീനിൽ ഒരു കാര്യം പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നടക്കും. ഒരു മെഷീൻ ഒരു കുപ്പി ഉണ്ടാക്കുന്ന മെഷീനെ നമ്മളിത് പ്രോഗ്രാം ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന എല്ലാ കുപ്പിയും ഒരേപോലെ തന്നെയായിരിക്കും. അതാണ് ഇത് പ്രോഗ്രാം ചെയ്ത് കോഡ് ചെയ്ത് വെച്ചേക്കുന്നത്, അങ്ങനെയാണ്. സോ നമുക്ക് ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ മെഷീനിനെ നമുക്ക് ഈ ഫീൽഡിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിന് പറഞ്ഞ ഡ്രോബാക്കുകളൊക്കെ മറികടക്കാൻ പറ്റും. യൂണിഫോം തിക്നെസ്സിനുള്ളതും അതുപോലെ കനം കുറഞ്ഞതും എല്ലാ സെറ്റപ്പിലും ഉള്ളതായ സെക്ഷനുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെഷീനെ കൊണ്ടുവരുന്നു. ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൻ എടുക്കുന്നു. സോ ആ മെഷീൻ്റെ പേരാണ് മൈക്രോടോം എന്ന് പറയുന്നത്. മൈക്രോടോം ആ മെഷീൻ വഴിക്ക് എടുക്കുന്ന സെക്ഷനിങ് എടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് മൈക്രോടോമി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോയിൻറ്റുകൾ നോക്കുക. മൈക്രോടോമി ഈസ് ദ കട്ടിംഗ് ഓഫ് സെൽസ് ഇൻ ടു തിൻ സെക്ഷൻസ് ഫോർ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. എന്താ, കട്ടിംഗ് ഓഫ് സെൽസ് ഇൻ ടു തിൻ, വളരെ തിന്നായിട്ടുള്ള സെക്ഷനുകളെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക, ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഇറ്റ് കോൾഡ് മൈക്രോടോം. എന്താ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മളതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ അല്ലെങ്കിൽ ആ ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോടോം എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദേ ആർ സ്പെഷ്യലി ഡിസൈൻ ടു കട്ട് യൂണിഫോം തിൻ സെക്ഷൻസ്. അത് പ്രത്യേകം അറേഞ്ച് ചെയ്തിരിക്കുന്ന യൂണിഫോം ആയിട്ടുള്ള തിൻ സെക്ഷനുകളെ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ് ഒരു മൈക്രോടോമാണ്. അവിടെ ഒരു സൈഡിൽ ലിവർ പോലെ കണ്ടു. ആ ലിവർ നമ്മൾ ഇങ്ങനെ പിടിച്ച് കറക്കും തോറും സെക്ഷനുകൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ ആ റെഡ് പാർട്ടിൻ്റെ മുകളിലായിട്ടൊരു ബ്ലേഡ് ഉണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഏത് മെറ്റീരിയലാണോ സെക്ഷൻ എടുക്കേണ്ടത് അത് ഈ പറഞ്ഞ പോലെ ഒരു വാക്സിനകത്ത് എംബഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ പല മെത്തേഡുകളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട. ഒക്കെ വാക്സിനകത്തോ എന്തെങ്കിലുമൊക്കെ എംബഡ് ചെയ്തിട്ട് ഒരു ചെറിയ പീസായിട്ട് നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോ തവണ ലിവർ കറക്കുമ്പോഴും ആ ഫിക്സ് ചെയ്ത സാധനം ഈ ബ്ലേഡ് ഈ നൈഫിൽ തട്ടിയിട്ട് മുറിഞ്ഞ് സെക്ഷൻ ഉണ്ടാക്കും. അത് ഏത് തിക്നെസ്സിൽ വേണമെന്നൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 1 മൈക്രോൺ തിക്നെസ് മതി എന്നുണ്ടെങ്കിൽ ആ തിക്നെസ്സിൽ നമുക്കത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്നതനുസരിച്ച് എല്ലാ സെക്ഷനുകളും 1 മൈക്രോണിൽ വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് സുവോളജി സ്റ്റുഡൻസിന് ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഫർദറായിട്ട് ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ഉപകരണം ഉണ്ടെന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചെയ്യാനുമില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ട് മനസ്സിലാക്കുക. ഇതാണ് മൈക്രോടോമിൻ്റെ ഒരു മോഡൽ. പല മോഡലുകളുണ്ട്, പല ടൈപ്പ് മൈക്രോടോമുകളും ഉണ്ട്. ഓക്കെ, നമുക്ക് മൈക്രോടോമിൻ്റെ കുറച്ച് കോമൺ ഫീച്ചറുകൾ എന്താണെന്ന് നോക്കാം. ഫീഡ്ബാക്ക് മെക്കാനിസം ടു മൂവ് ദ മെറ്റീരിയൽ ഓർ ദ കട്ടിംഗ് നൈഫ് ഫോർവേഡ് ഓവർ എ സ്പെസിഫിക് ആൻഡ് എ പ്രീ ഡിറ്റർമൈൻഡ് ഡിസ്റ്റൻസ് ആഫ്റ്റർ എവറി കട്ടിംഗ് സ്ട്രോക്ക്. വലിയ സെൻറ്റൻസാണ്, കണ്ട് പേടിക്കൊന്നും വേണ്ട. സംഭവം ഇത്രേ ഉള്ളൂ. ഓരോ തവണ മുറിച്ചതിന് ശേഷവും, ആഫ്റ്റർ എവറി കട്ടിംഗ് സ്ട്രോക്ക്, ഓരോ തവണ മുറിച്ചതിന് ശേഷവും ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം നടത്തും. ഇത് മുന്നോട്ട് വരുന്നു, കൃത്യമായ ഒരു സെൻറ്റിമീറ്ററിൽ കൃത്യമായ ഒരു സ്കെയിലിൽ മുറിച്ചതിന് ശേഷം വീണ്ടും ഇത് പഴയ പോലെ അങ്ങാവുന്നു. ആ പരിപാടി റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നു. അങ്ങനെ ഓരോ തവണയും സെക്ഷൻ ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ കൂടെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബ്ലോക്ക് ഹോൾഡർ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെടുക്കുന്ന മെറ്റീരിയൽ എന്താണോ ആ മെറ്റീരിയലിനെ അതിനൊരു ബ്ലോക്കാക്കി മാറ്റിയിട്ട്, വാക്സ് ഇപ്പോൾ മെഴുകിനകത്തൊക്കെ മുക്കിയിട്ട് ബ്ലോക്കാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ മെഴുകിൻ്റെ സെക്ഷൻ എടുക്കുന്ന കൂടെ നമ്മുടെ മെറ്റീരിയൽ, അപ്പോൾ ചെറിയ സെക്ഷൻ ആണെങ്കിലും ചെറിയ മെറ്റീരിയൽ ആണെങ്കിലും സെക്ഷൻ എടുത്താൽ കൂടെ തന്നെ അങ്ങ് പോകുന്നുള്ളൂ. പിന്നെ മെഴുകൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലോക്കിനെ ഹോൾഡ് ചെയ്യുന്നൊരു ഹോൾഡർ ഉണ്ടാവും. അതുപോലെ സ്ട്രോങ് നൈഫ് ഹോൾഡർ, ഒരു നൈഫിനെ ഹോൾഡ് ചെയ്യുന്നൊരു ഹോൾഡർ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, എത്ര ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നതനുസരിച്ച്, കൈ വെച്ച് കറക്കി കൊടുക്കുന്നതനുസരിച്ച് സെക്ഷൻ ഇങ്ങനെ വരുന്നു. ഓക്കെ, ദെൻ മൈക്രോടോം ബ്രോഡ്ലി ക്ലാസിഫൈഡ് കാറ്റഗറീസ്. ഞാനിതിപ്പോൾ ജനറലായിട്ട് പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ സിലബസിന് ഈ മൈക്രോടോമിനെ പറ്റിയോ ഹാൻഡ് സെക്ഷനെ പറ്റിയോ ഒന്നും ഡീറ്റെയിൽഡായിട്ട് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ പറയുന്നുമില്ല. അപ്പോൾ നിങ്ങളത് നോക്കുക. ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസും കുറവാണ്. എന്നാലും ജനറലായിട്ടൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റണം, അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഏറ്റവും ബാക്കിലായിട്ട് നിങ്ങളുടെ സിലബസ് കിടപ്പുണ്ട്. അപ്പോൾ സിലബസിൽ നോക്കുക, സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നാലും കൂടുതൽ ചോദ്യങ്ങളെല്ലാം തന്നെ വരുന്നത് എവിടെ നിന്നായിരിക്കും? നിങ്ങളുടെ സിലബസിൽ നിന്നായിരിക്കും. ഇനി റെയർ ആയിട്ട് വല്ല ഔട്ട് ഓഫ് സിലബസ് എന്ന രീതിക്ക് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത്രയൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മൈക്രോടോമിനെ നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ഇൻടു 2 കാറ്റഗറീസ്, 2 ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത് ദ മൈക്രോടോം ഇൻ വിച്ച് ദ സ്പെസിമെൻ ബ്ലോക്ക് കണ്ടെയ്നിങ് ദ മെറ്റീരിയൽ റിമെയിൻ സ്റ്റേഷനറി ആൻഡ് ദ കട്ടിംഗ് നൈഫ് മൂവ്സ് അക്രോസ്. സംഭവം സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഒന്നുമില്ല, നമ്മുടെ മെറ്റീരിയൽ എന്താണോ ആ ബ്ലോക്ക് അത് അനങ്ങാണ്ടാവിട്ടിരിക്കും. അതിലേക്ക് കത്തി ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും മുറിച്ച് കത്തി വരുന്നു, മുറിക്കുന്നു, വീണ്ടും പൊങ്ങിപ്പോകുന്നു, വരുന്നു, മുറിക്കുന്നു, അങ്ങനെ കത്തി വന്ന് മുറിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മെറ്റീരിയൽ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്താണെന്ന് പറയണ്ടല്ലോ, ഒരു കത്തി അവിടെ അനങ്ങാണ്ടിരിക്കും, നമ്മുടെ മെറ്റീരിയൽ മൂവ് ചെയ്ത് അത് ചെന്ന് മുറിഞ്ഞ് അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ഈ 2 ടൈപ്പ് മൈക്രോടോമാണ് മെയിനായിട്ടും നിങ്ങൾക്കുള്ളത്. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. നമ്മുടെ മെറ്റീരിയൽ സ്റ്റേഷനറി ആയിട്ടുള്ളതിനുള്ള എക്സാമ്പിളാണ് ബെഞ്ച് മൈക്രോടോം, ക്ലിനിക്കൽ മൈക്രോടോം, സ്ലൈഡിങ് മൈക്രോടോം, സ്ലെഡ്ജ് മൈക്രോടോം ഒക്കെ. ഇതിൻ്റെയൊക്കെ പേരും ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇതിൻ്റെ പിക്ചറൊക്കെ കാണുന്ന ടെക്സ്റ്റുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ നൈഫ് മൂവ് ചെയ്യുന്നതിനകത്ത് നൈഫ്
സ്റ്റേഷനറി ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് റോക്കിംഗ് മൈക്രോട്രോം, റോട്ടറി മൈക്രോട്രോം, ഫ്രീസിങ് മൈക്രോട്രോം. ഈ റോട്ടറി മൈക്രോട്രോമാണ് നമ്മൾ സാധാരണ രീതിക്ക് നമ്മുടെ ഇവിടുത്തെയൊക്കെ ലാബുകളിലും കോളേജുകളിലെയൊക്കെ ലാബുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ ഹാൻഡ് സെക്ഷനിങ്ങും മൈക്രോട്രോമൽ സെക്ഷനിങ്ങും നമ്മളിത് രണ്ടും ലാബിൽ ഒരു മെറ്റീരിയലിനെ പറ്റി പഠിക്കാനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ഉണ്ട്. ഇതിനകത്ത് ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു സാമ്പിൾ ഹോൾഡറുണ്ട്, താഴെ ബ്ലേഡും ഉണ്ട്. ആ ബ്ലേഡ് വന്നിട്ട് എന്താ, അല്ലെങ്കിൽ ആ സാമ്പിൾ ഹോൾഡർ താഴേക്ക് വന്ന ബ്ലേഡിലേക്ക് വരുമ്പോഴത്തേക്കും കൃത്യമായ തിക്നെസ്സിൽ ഒരു സെക്ഷൻ വരുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ എന്ത് ചെയ്യുന്നു, സാമ്പിൾ ഹോൾഡർ മുകളിലേക്ക് പോകുന്നു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ സെക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മുടെ ഒരു പ്രധാന ടോപ്പിക്കാണ് സ്റ്റെയിൻസ് ആൻഡ് സ്റ്റെയിനിങ് മെത്തേഡ്സ്, അല്ലെങ്കിൽ സ്റ്റെയിനിങ് കേട്ടോ. അപ്പോൾ സ്റ്റെയിനിങ് ടെക്നിക്ക്, സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി, സ്റ്റെയിൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ, അതൊരു കളറ് കൊടുക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ എന്താ ഭയങ്കര ബ്രൈറ്റായിട്ട് കളറൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ, കറ എന്നൊക്കെ പറയുന്ന പോലെ കളറ് ഭയങ്കരമായിട്ടുള്ളൊരു സാധനമാണ് എന്താ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റെയിനിങ്ങിൻ്റെ ആവശ്യം, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ പ്രോപ്പർലി സ്റ്റെയിൻ ചെയ്തിട്ടാണ് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ സെക്ഷനൊക്കെ. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ സ്റ്റെയിൻ ചെയ്യുന്നത്? സ്റ്റെയിൻ ചെയ്യുന്നതിന് കാരണം ഇത്രയേ ഉള്ളൂ. എന്താ, നമ്മുടെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അകത്തെ ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ തുളസിയുടെയൊക്കെ ആണെങ്കിലും സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ട് എപ്പോഴും ഫുള്ള് ട്രാൻസ്പെറൻറ്റോ അല്ലെങ്കിൽ വൈറ്റ് കളറൊക്കെ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടാൽ നമുക്ക് ഓരോ സ്ട്രക്ചറുകളെയും പ്രത്യേകം മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിനെ നിറം പിടിപ്പിക്കും, സ്റ്റെയിൻ ചെയ്യും. സ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ സ്റ്റെയിൻ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല പിടിക്കുന്നത്. ചില ഭാഗങ്ങളിൽ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കുറച്ചധികം സ്റ്റെയിൻ, കട്ടി കുറഞ്ഞ ഭാഗത്ത് സ്റ്റെയിൻ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ അതിനൊരു എന്താ ഒരു പാറ്റേൺ വരും, കൂടുതൽ കുറവെന്നൊരു പാറ്റേൺ വരും. ആ പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ വഴിക്ക് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പോൾ സൈലമുള്ളിടത്ത് നല്ലതായിട്ട് സ്റ്റെയിൻ പിടിക്കും, എന്നാൽ പാരം കൈമ മാത്രമുള്ളിടത്ത് വെറുതെ സ്റ്റെയിൻ്റെ അളവ് കുറവായിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹൈപ്പോഡെർമലായിട്ടുള്ള പേർഷൻസ് എല്ലാം ഗ്രീൻ ആവും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെയിനിങ്, നമ്മുടെ കളർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കളർ ചെയ്തിട്ട് നമ്മളെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളറാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കളർ കൂടിപ്പോയാലും കുഴപ്പമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, അത് പ്രോപ്പർലി സ്റ്റെയിൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചത്, കൃത്യമായ സ്റ്റെയിനിങ് കൊടുത്താലാണ് നല്ല കറക്റ്റായിട്ട് ആക്യുറേറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനും ഒക്കെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന സാഫ്രാൻ എന്നുള്ള സ്റ്റെയിനാണ് നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, സാഫ്രാനായിരിക്കും. ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അധികം സമയമൊന്നുമില്ല, ജസ്റ്റ് ആ സ്റ്റെയിൻ ഒന്ന് പിടിക്കുന്നോടം വരെ സ്റ്റെയിനകത്ത് ഇട്ട് വെക്കുന്നു. അതിനുശേഷം അതെടുത്തിട്ട് വാഷ് ചെയ്യുമ്പോൾ ഗുണം എന്താ, എക്സസ് ആയിട്ടുള്ള സ്റ്റെയിനുകൾ റിമൂവ് ആവും. എന്നിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്നത്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ടുള്ള ഇമേജായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സ്റ്റെയിനിങ് ഈസ് ദ കളറിങ് ഓഫ് സെക്ഷൻഡ് മെറ്റീരിയൽ വിത്ത് സ്യൂട്ടബിൾ ഓർഗാനിക് ഓർ ഇനോർഗാനിക് ഡൈ എന്ന് പറഞ്ഞാൽ കളർ കൊടുക്കുന്ന സാധനമാണല്ലോ. ഡൈസ് ടു ബ്രൈറ്റർ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്ട്രക്ചർ. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ആ സ്ട്രക്ചറുകളെ വേർതിരിച്ച് കാണുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ലാബിൽ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീൽഡ് മുഴുവൻ വൈറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാം, എന്താ, എന്തൊരു സാധനം മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ ഒഴികെ അതിന് ചുറ്റും മുഴുവൻ നല്ല തിളക്കമുള്ള വെള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മുടെ മെറ്റീരിയലും വെള്ളയായിട്ടിരുന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യിക്കുന്നത്. പക്ഷേ സ്റ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വേറെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ എല്ലാം ഡെഡായി പോകും. സോ അതുകൊണ്ട് നമുക്ക് ഡെഡായിട്ടുള്ള സെല്ലുകളെ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള പ്ലാന്റ് പാർട്ടുകളൊക്കെ കാണാനേ ഈ ടൈപ്പ് സ്റ്റെയിനിങ് കൊണ്ട് പറ്റത്തുള്ളൂ. ലൈവായിട്ടുള്ളത് കാണണമെങ്കിൽ നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിന് വേറെ ടൈപ്പ് മൈക്രോസ്കോപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡിഫ്രാക്ഷൻ ഇൻ്റർഫെറൻസ് മൈക്രോസ്കോപ്പി, അല്ലെങ്കിൽ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പി, അങ്ങനത്തെ വേറെ ടൈപ്പ് മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ലാബുകളിലൊന്നും ഇല്ല. അതൊക്കെ എന്താ മെഡിക്കൽ ഫീൽഡിലും അതുപോലെ മരുന്ന് നിർമ്മാണ മേഖല അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്റ്റെയിനിങ് ഇല്ലാതെ തന്നെ മെറ്റീരിയൽസിനെ കാണാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ള മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നോർമൽ മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയാണ്. അവിടെ സ്റ്റെയിൻ ചെയ്യണം, എന്നാൽ മാത്രമേ മെറ്റീരിയലിനെ ഡിഫറെൻ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓർഗാനിക്കോ അല്ലെങ്കിൽ ഇനോർഗാനിക്കോ ആയിട്ടുള്ള ഡൈകളാണ് നമ്മളിനകത്ത് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡൈ, ആ കളറുള്ള ഡൈയുടെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ,
മിക്കവാറും സ്റ്റെയിനുകൾക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓർഗാനിക് സ്റ്റെയിനുകളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മിക്കവാറും ഓർഗാനിക് സ്റ്റെയിനുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 2 കെമിക്കൽ ഗ്രൂപ്പുകളുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നോക്കിയാൽ മതി. മെയിനായിട്ട് 2 കെമിക്കൽ ഗ്രൂപ്പുകളുണ്ടാവും. ഒരു ക്രോമോഫോറിക് ഗ്രൂപ്പും ഒരു ഓക്സോക്രോമിക് ഗ്രൂപ്പും. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ക്രോമോഫോറിക് ഗ്രൂപ്പും ഒരു ഓക്സോക്രോമിക് ഗ്രൂപ്പും. ക്രോമോഫോർ അല്ലെങ്കിൽ ക്രോമോ എന്നൊരു വാക്ക് എവിടെ വന്നു കഴിഞ്ഞാലും സയൻസിൽ ഏത് ഫീൽഡിൽ വന്നാലും നിങ്ങൾ ആലോചിക്കുക, അത് കളറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു വേർഡാണ്. അത് കളർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വേർഡാണ് ക്രോമോ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമോഫോറിക് ഗ്രൂപ്പ് ആൻഡ് ഓക്സോക്രോമിക് ഗ്രൂപ്പ്. അപ്പോൾ ക്രോമോഫോറിക് ഗ്രൂപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെയിനിൻ്റെ ശരിക്കും ആ കളർ കൊടുക്കുന്ന പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കളർ കൊടുക്കുന്ന കെമിക്കൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ക്രോമോഫോറിക് ഗ്രൂപ്പാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്റ്റെയിൻ ഞാൻ പറഞ്ഞു നമ്മുടെ മെറ്റീരിയൽ എന്താണ്. ഇപ്പോൾ നമ്മളെടുക്കുന്ന തുളസിയോസ്യമത്തിൻ്റെ സെക്ഷനാണെങ്കിൽ ആ സെക്ഷൻ്റെ സെല്ലുകളെ അറ്റാച്ച് ചെയ്ത് നിൽക്കണ്ടേ, അതിൽ പിടിച്ചിരുന്നാലല്ലേ നമുക്കതിനെ മൈക്രോസ്കോപ്പ് കൂടെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റത്തുള്ളൂ. വെറുതെ ഇപ്പോൾ നമ്മളതേ പോയിട്ട് വെറുതെ തട്ടി നിന്നു, അങ്ങനെയാകുമ്പോൾ നമ്മളത് വാഷ് ചെയ്യുമ്പോൾ അത് വീണ്ടും റിമൂവ് ആയിപ്പോത്തേ ഉള്ളൂ. അപ്പോൾ അതിൽ ആങ്കർ ചെയ്ത് നിൽക്കണം, അതിൽ ഒട്ടിച്ചേർന്ന് നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടാണ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഓക്സോക്രോമിക് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. 2 പാർട്ടുണ്ട് നോർമലായിട്ടുള്ള ഓർഗാനിക് സ്റ്റെയിനുകൾക്ക്. ക്രോമോഫോറിക് ഗ്രൂപ്പും ഉണ്ട്, അതുപോലെ ഓക്സോക്രോമിക് ഗ്രൂപ്പും ഉണ്ട്. ക്രോമോഫോറിക് ഗ്രൂപ്പ് ഈസ് ദ കളർ പാർട്ട്, കളേർഡ് പാർട്ട്, അല്ലെ കളറുള്ള പാർട്ട്. ദെൻ ഓക്സോക്രോമിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അത് മെറ്റീരിയലിനെ അറ്റാച്ച് ചെയ്യാനുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഈ നമ്മുടെ 2 ആവശ്യങ്ങളും നടന്നു. മെറ്റീരിയലിനെ അറ്റാച്ചും ചെയ്തു, അതുപോലെ കളറും ഉണ്ടായി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ട് സ്റ്റെയിനിനെ നമ്മളൊരു 3 കാറ്റഗറി ആയിട്ട് ജസ്റ്റ് തിരിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളൂ കേട്ടോ. 3 ആയിട്ടിരിക്കുന്നുണ്ട്. അത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. ബേസിക് സ്റ്റെയിൻസ്, അതുപോലെ അസിഡിക് സ്റ്റെയിൻസ് ആൻഡ് ന്യൂട്രൽ സ്റ്റെയിൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് ആ സംഭവം. ഫസ്റ്റ് വൺ എന്താ, ബേസിക് സ്റ്റെയിൻസ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. എന്താ, അതിൻ്റെ ക്രോമോഫോർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആൽക്കലൈൻ ആയിരിക്കും, അല്ലെ ആൽക്കലൈൻ pH ആയിരിക്കും അതിനുള്ളത്. ക്രോമോഫോറിക് ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൻ്റെ ക്രോമോഫോറിക് ഗ്രൂപ്പ് ആൽക്കലൈൻ ആയിരിക്കും. അതിലെ ബേസ് നമ്മൾ പറയുന്നത് ആൽക്കലി ബേസ്. pH 7 കൂടുതലായി കഴിഞ്ഞാൽ അത് ആൽക്കലിയാണ്, അല്ലെ ബേസിക് കോമ്പൗണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബേസിക് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ സിമ്പിളി അത്രയേ ഉള്ളൂ. അതിൻ്റെ ക്രോമോഫോറിക് ഗ്രൂപ്പ് ആൽക്കലൈൻ ആയിരിക്കും. അതുപോലെ അതൊരു ബേസിക് കാറ്റിയോൺ ആയിരിക്കും. കാറ്റിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ്ലി ചാർജ്, അല്ല ആ ഒരു ചാർജ് വ്യത്യാസമാണ് അനിയോൺ കാറ്റിയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതുപോലെ അതൊരു ബേസിക് ആയിരിക്കും, ആൽക്കലൈൻ pH ആയിരിക്കും. ഇത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അതിൽ കുറേ എക്സാമ്പിളുകളും ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ബേസിക് ഫ്യൂസാക്കിൻ, മീഥൈൽ ഗ്രീൻ, അതുപോലെ ക്രിസ്റ്റൽ വയലറ്റ്, ഹിമാറ്റോക്സൈലിൻ, അങ്ങനെ കുറേ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് പേരൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഓർത്തിരുന്നാൽ മതി. അതിലെ ക്രിസ്റ്റൽ വയലറ്റ് എന്നുള്ള സ്റ്റെയിൻ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ വയലറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ഡബിൾ സ്റ്റെയിനിങ് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നൊരു സ്റ്റെയിനാണ്. ഓക്കെ, നമ്മളിനി ഡബിൾ സ്റ്റെയിനിങ് എന്താണെന്നൊക്കെ പഠിക്കുന്നുണ്ട് ഫർദറായിട്ട്. അന്നേരം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെയിനാണ് ക്രിസ്റ്റൽ വയലറ്റ് ഉണ്ട്. അപ്പോൾ ആ പേര് മാത്രം ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കാൻ നോക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താ, അസിഡിക് സ്റ്റെയിൻ. അപ്പോൾ ബേസിക് സ്റ്റെയിൻ എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അസിഡിക് സ്റ്റെയിൻ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്താ, ഇതിൻ്റെ ക്രോമോഫോർ എങ്ങനെയായിരിക്കും, അസിഡിക് ആയിട്ടുള്ള ആനിയോൺ ആയിരിക്കും. അതുപോലെ അതിൻ്റെ pHും അസിഡിക് pH ആയിരിക്കും. അതിനും കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. മീഥൈൽ ബ്ലൂ, ഓറഞ്ച്, കോങ്കോറഡ്, ബിസ്മാർക്ക് ബ്രൗൺ, അനിലിൻ ബ്ലൂ, അങ്ങനെ കുറച്ചധികം എക്സാമ്പിളുകൾ അസിഡിക് സ്റ്റെയിൻ്റെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ 1-2 എങ്കിലും ഓർത്തിരിക്കുക. ദെൻ തേർഡ് കൈൻഡ് ഓഫ് എന്താ, ന്യൂട്രൽ സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. അതും ആ വാക്ക് തന്നെ, ന്യൂട്രലാണ്, ബേസിക്കും അല്ല അസിഡിക്കും അല്ല. ഇതിൻ്റെ 2ൻ്റെയും ക്യാരക്ടർ മിക്സ് ചെയ്തേക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റെയിനാണ് എന്ത്, ന്യൂട്രൽ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ. ബേസിക് പ്രോപ്പർട്ടീസും അസിഡിക് പ്രോപ്പർട്ടീസൂടെ മിക്സ്ഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് മെത്തിലിൻ ബ്ലൂ. ഓക്കെ, ആ പേരൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അസിഡിക് സ്റ്റെയിൻ മീഥൈൽ ബ്ലൂ മുകളിലുണ്ട്, താഴെ ന്യൂട്രൽ സ്റ്റെയിൻ മെത്തിലിൻ ബ്ലൂ ഉണ്ട്. ഓക്കെ, ആ പേരൊക്കെ ശ്രദ്ധിക്കുക. സ്പെല്ലിങ്ങിൻ്റെ ഒരു ചെറിയ ENE വന്നപ്പോൾ ഒന്ന് മാറ്റമാണ്. ഒന്ന് ന്യൂട്രലായി മാറി, മറ്റൊന്ന് അസിഡിക്കാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിലൊക്കെ അങ്ങനെ ഒരു പേരൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ വളരെ ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അറ്റൻഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, ദെൻ വേറൊരു സ്പെഷ്യൽ ടൈപ്പ് സ്റ്റെയിൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു നോർമലി സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും സെല്ലുകൾ ഡെഡ് ആകുമെന്നും, അപ്പോൾ നമുക്ക് ലൈവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. സോ
അപ്പോൾ അങ്ങനെ ലൈവായിട്ടുള്ള സെല്ലുകളെ കാണാൻ വേണ്ടി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ് ഉണ്ട്. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. അങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റെയിൻ നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണെന്ത്? വൈറ്റൽ സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. വൈറ്റൽ സ്റ്റെയിൻസ്. ഓക്കെ, ലിവിങ് സെല്ലുകളെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ലിവിങ് സെല്ലുകളെ സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേ അങ്ങനത്തെ സ്റ്റെയിൻ ഒരു പ്രത്യേകത വേണ്ടേ? അതൊരു തരത്തിലും ആ ലിവിങ് ആയിട്ടുള്ള സെല്ലിൻ്റെ മെറ്റാബോളിക് ആക്ടിവിറ്റികളെ ഒരു രീതിയിലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ശരിയല്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ സെല്ല് ഡാമേജ് ആവും. സോ നമ്മൾ ലൈവായിട്ടൊരു കാര്യം വാച്ച് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ അത്രയും അങ്ങനത്തെ ഒരു സ്റ്റെയിനെ കൊണ്ടുവരേണ്ട കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ടൈപ്പ് ഓഫ് സ്റ്റെയിൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്റ്റെയിനുകൾ നമ്മൾ ജനറലി വിളിക്കുന്ന പേരെന്താണ്? വൈറ്റൽ സ്റ്റെയിനുകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ സം സ്റ്റെയിൻസ് ക്യാൻ കളർ ദ സെൽ കമ്പോണൻറ്റ് ഓൺലി ഇൻ കോമ്പിനേഷൻ വിത്ത് എ മെറ്റൽ ഓർ മെറ്റാലിക് കോമ്പൗണ്ട് നോൺ ആസ് മോർഡൻറ്റ്. അതായത് ചില സ്റ്റെയിനുകൾ സെൽ മെറ്റീരിയലുകൾ സെൽ കമ്പോണൻറ്റുകൾ സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കളർ ചെയ്യണമെങ്കിൽ ഒരു മെറ്റലോ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് കോമ്പൗണ്ടുമായിട്ട് കമ്പൈൻ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അയൺ ഒരു മെറ്റാലിക് മെറ്റലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മെറ്റാലിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഒരു മെറ്റലുമായിട്ടോ കമ്പൈൻ ചെയ്താൽ മാത്രമേ ഇതിനെ കളർ കൊടുക്കുന്നൊരു കപ്പാസിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ മെറ്റാലിക് കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോർഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ വൺ വേർഡിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നേ ഉള്ളൂ, മോർഡൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ദ മോർഡൻറ്റ് ആൻഡ് ദ സ്റ്റെയിൻ ടുഗദർ ഫോം എ കോംപ്ലക്സ് കോൾഡ് ലേക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റെയിനും അതിൻ്റെ കൂടെയുള്ള മെറ്റാലിക് കോമ്പൗണ്ടും ഒരുമിച്ച് ചേർത്ത് നമ്മൾ എന്ത് പറയുന്നു? ലേക്ക് എന്ന് പറയുന്നു. ഇതിപ്പോൾ നിങ്ങൾ അല്ലാതെ എൻസൈമൊക്കെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ എല്ലാ ശരീരത്തിലും എൻസൈം എന്ന് പറഞ്ഞാൽ അതിനൊരു കോ എൻസൈം ഉണ്ടായിരിക്കും ചിലപ്പോൾ. ഈ എൻസൈം തന്നെ വർക്ക് ചെയ്യത്തില്ല, അതിൻ്റെ കൂടെ ഒരു കോ എൻസൈം കൂടെ വന്നു കഴിഞ്ഞാലാണ് അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മളതിനെ അപ്പോ എൻസൈം എന്നാണ് വിളിക്കുന്നത്. ആ ഒരു തിയറി തന്നെയാണ് ഇവിടെ അവർ പറയുന്നത്. മൊത്തത്തിൽ നമ്മളതിനെ ലേക്ക് എന്ന് വിളിക്കുന്നു. അത് നമ്മുടെ സ്റ്റെയിനും ഉണ്ട്, വേറൊരു പാർട്ടും ഉണ്ട്. ആ വേറെ പാർട്ടിനെ മോഡേൺ എന്ന് വിളിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലായിരുന്നു? അതിൻ്റെ ക്രോമോഫോറിക് ഗ്രൂപ്പിൻ്റെ pH-നെ ബേസ് ചെയ്തിട്ട് അത് അസിഡിക് ആണോ ബേസിക് ആണെന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. പക്ഷേ അതത്ര ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ അല്ല. പക്ഷേ ഇനി പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ക്ലാസിഫിക്കേഷൻ ഇതാണ്. എന്താണ്? നാച്ചുറലായിട്ടും സിന്തറ്റിക് ഡൈ എന്നും 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. നമ്മുടെ സ്റ്റെയിൻസിൻ്റെ കൂടെ നാച്ചുറൽ ഡൈ ഉണ്ട്, സിന്തറ്റിക് ഡൈ ഉണ്ട്. ഇതും ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. നാച്ചുറൽ ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ ഡൈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ പ്ലാന്റ് ഓർ അനിമൽ സോഴ്സ്. നാച്ചുറലി നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നേച്ചറിലുള്ള അനിമൽസിൽ നിന്നോ അല്ലെ പ്ലാന്റ്സിൽ നിന്നോ ഒക്കെ നമ്മൾ എടുക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റെയിൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്? നാച്ചുറൽ ഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നവ ഡേയ്സ് ഓൺലി എ വെരി ഫ്യൂ ഓഫ് ദെം ആർ യൂസ്ഡ്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ റീസെൻറ്റ് ടൈംസിലൊന്നും നമ്മൾ ഇങ്ങനത്തെ നാച്ചുറൽ ഡൈസിനെ അധികം യൂസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് എപ്പോഴും വേണ്ട നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ ഭയങ്കര ഇതാണ്. അപ്പോൾ നാച്ചുറൽ ഡൈസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. കാരണം അത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്ദേശത്തോടെ അല്ല ഒരു പ്ലാന്റ് സ്റ്റെയിൻ ഉണ്ടാക്കുന്നത്. അവർ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉണ്ടാക്കുന്ന സാധനമായിരിക്കും. സോ ആ സാധനത്തെ ആസച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നീഡ്ഫുള്ളിനെയും നമുക്ക് അങ്ങനെ ഒരു സാറ്റിസ്ഫൈ ചെയ്ത് തരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് അപ്പോൾ ഇതിങ്ങനെ ഇന്ന രീതിയിൽ കളർ ചെയ്യണം, ഇന്ന രീതിയിൽ കളർ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള നമ്മുടെ നീഡ്സിന് അനുസൃതമായിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള സ്റ്റെയിൻസിനെ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ നാച്ചുറൽ ഡൈസ് നമ്മളങ്ങനെ യൂഷ്വലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നോർമലി ഈ ദിവസങ്ങളിലൊന്നും അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിലൊന്നും നമ്മളധികം യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത് സിന്തറ്റിക് ഡൈ ആണ്. ഓക്കെ, അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ബ്രസിലിൻ, ഹെമാറ്റോസൈലിൻ, കാർമിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഈ ബ്രസിലിൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസാൽപീനിയ അറിയോ? രാജമല്ലി എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ഇത് ഓരോന്നും ഓരോ പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 2 സ്റ്റെയിൻ പഠിക്കാനുണ്ട്. ദെൻ സിന്തറ്റിക് ഡൈ ദേ ആർ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ്. പറഞ്ഞല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഈ നാച്ചുറലിൽ നിന്ന് കിട്ടുന്ന സ്റ്റെയിൻ നമ്മൾ കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമ്പൗണ്ടുകളൊക്കെ ഇട്ട് മിക്സ് ഒക്കെ ചെയ്യിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ പല കെമിക്കൽസിനെ എടുത്തിട്ട് അല്ലെങ്കിൽ 1-2 കെമിക്കൽ റിയാക്ഷനൊക്കെ നടത്തിയിട്ട് പുതിയ കോമ്പൗണ്ടിനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ,
ദേ ആർ സിന്തറ്റിക് കെമിക്കൽ കോമ്പൗണ്ട്സ് ഓർ കോൾ ടാർ എന്ന് കുറിച്ച്. കോൾ ടാർ, ചാർക്കോളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, കൽക്കരി എന്നൊക്കെ പറയുന്നില്ല. അതുപോലെ കോൾ ടാറിൻ്റെ ഒരു വകഭേദം. അതിൽ നിന്നാണ് നമ്മൾ പല ഉൽപ്പന്നങ്ങളും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റെയിൻസ് ആണ് മിക്കവാറും സിന്തറ്റിക് ഡൈസ് എല്ലാം തന്നെ. കോൾ ടാർ ആയിരിക്കും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം. അതിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. നമ്മൾ അയിര് എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ ഇരുമ്പ് നമ്മൾ ഇരുമ്പിൻ്റെ അയിരിൽ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെ അതിൽ കുറേ മെറ്റീരിയൽസ് വേറെയും കാണും എന്ന് പറഞ്ഞാൽ ഈ കോൾ ടാറിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിൽട്ടറൈസ് ചെയ്തിട്ടൊക്കെയാണ് പല സ്റ്റെയിനുകളും എടുക്കുന്നത്. അതിന് പല കെമിക്കൽ റിയാക്ഷനുകളും പല കെമിക്കൽ പ്രോസസ്സിങ്ങും ഒക്കെ നടത്തേണ്ടി വരും. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട സ്റ്റെയിൻ എന്താണോ അതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു. ദെൻ ദേ ആർ യൂസ്ഡ് വൈഡ്ലി. അതാണ് ഇപ്പോൾ എല്ലായിടത്തും ലോകത്തെമ്പാടും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും. അങ്ങനെ ഈ കോൾ ടാർ ബേസ് ചെയ്തിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ഡൈസാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് പിക്രിക് ആസിഡ്, ഓറഞ്ച് ജി, മെത്തിലീൻ ബ്ലൂ. ഇപ്പോൾ ഈ ഓറഞ്ച് ജിയും മെത്തിലീൻ ബ്ലൂ ഒക്കെ നമ്മൾ അവിടെയും പഠിച്ചു. ഓറഞ്ച് ജി അസിഡിക് ആയിട്ടുള്ള സ്റ്റെയിൻ ആയിരുന്നു. മെത്തിലിൻ ബ്ലൂ എന്തായിരുന്നു, ന്യൂട്രൽ സ്റ്റെയിൻ ആയിരുന്നു. അതുപോലെ സാഫ്രാനിൻ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള റെഡ് കളർ ആയിട്ടുള്ള ആ ഒരു സ്റ്റെയിനാണ് സാഫ്രാൻ എന്ന് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വൈഡ്ലി നമ്മൾ ലാബുകൾ യൂസ് ചെയ്യുന്നതാണ് സാഫ്രാനിൻ. അതുപോലെ ലൈറ്റ് ഗ്രീന്, ഫാസ്റ്റ് ഗ്രീന്, അതൊക്കെ നമ്മൾ പെർമനൻറ്റ് സ്ലൈഡുകൾ ഉണ്ടാക്കും. സീരിയൽ സെക്ഷൻ എന്നൊക്കെ പറയുന്നത് സ്ഥിരമായിട്ട് കാലങ്ങൾ കഴിഞ്ഞാലും പോകാത്ത രീതിയിലുള്ള സ്ലൈഡുകളൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ആ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റെയിനുകളാണ് ലൈറ്റ് ഗ്രീന്, ഫാസ്റ്റ് ഗ്രീനൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുക, എന്താണ് നാച്ചുറൽ ഡൈ എന്നും സിന്തറ്റിക് ഡൈ എന്നും അതിൻ്റെ 1-2 എക്സാമ്പിളുകളും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതുകൂടെ 2-3 ഡൈ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അതിൻ്റെ കെമിക്കൽ കോമ്പിനേഷൻ എന്നാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് എല്ലാവരും കണ്ടിട്ട് ഞാൻ പറഞ്ഞത് വെറുതെ കമൻറ്റ് ചെയ്യാതെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചെയ്താലും കുഴപ്പമില്ല, ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം ആ കമൻറ്റുകൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ഡൗട്ടിനെയൊക്കെ വെച്ചിട്ടാണ് ഞാനൊരു 3-4 ക്ലാസ്സിന് ശേഷം നമുക്കൊരു ഗൂഗിൾ മീറ്റിനകത്തിരുന്നിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ റിവിഷൻ പോലെ. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടിരിക്കുക. നമുക്കൊരു ദിവസം ഒരു വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂറോ അല്ല 1/2 മണിക്കൂറോ ഒക്കെ ഇരുന്ന് ഗൂഗിൾ മീറ്റിൽ ഇരുന്നിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക കാര്യങ്ങൾ, നിങ്ങളുടെ ഡൗട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ